നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിപ്പോപ്പൊട്ടാമസിന്റെ ആക്രമണത്തിൽ വനിതാ മൃഗ ഡോക്ടർക്ക് ദാരുണാന്ത്യം. കർണാടകയിലെ ശിവമോഗയിലുള്ള സഫാരി പാർക്കിലാണ് സംഭവം. ബംഗളൂരു സ്വദേശി സമീഷ റെഡ്ഡിയാണ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത്. വ്യാഴാഴ്ച രാത്രി പതിവ് പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു സമീഷ. 11:45 ഡോക്ടർ ഗർഭിണിയായ ഹിപ്പോപ്പൊട്ടാമസിനരികിൽ എത്തിയത്. തെർമൽ ക്യാമറ ഉപയോഗിച്ചായിരുന്നു പരിശോധനയ്ക്കിടെ ഡോക്ടറെ ഹിപ്പോപ്പൊട്ടാമസ് ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സമീഷയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വെള്ളിയാഴ്ച രാവിലെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഡോക്ടറുടെ മരണത്തിൽ കർണാടക വനം മന്ത്രി ഈശ്വർ ഖത്രെ അനുശോചനം രേഖപ്പെടുത്തി. കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സമീഷയുടെ കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പം പങ്കുചേരുന്നുവെന്നും എല്ലാ ജീവനുകളും വിലയേറിയതാണെന്നും ഡോക്ടർ പറഞ്ഞു. അതേസമയം തന്നെ ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഒപ്പം സമീഷയ്ക്ക് സംഭവിച്ച ദാരുണ മരണത്തെ തുടർന്ന് 7 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് മുതിർന്ന മൃഗഡോക്ടർമാരോടും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ കുറെ വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം മൃഗശാലയിലും ഇത്തരത്തിൽ ഹിപ്പോപ്പൊട്ടാമസിനെ കുത്തേറ്റ് അവിടുത്തെ തൊഴിലാളി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ വേദനാജനകമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഇത്തരത്തിലുള്ള. നമുക്കറിയാം അത് വന്യമൃഗമാണ്, എന്നിട്ടും നമ്മൾ ഈ മൃഗശാലകളിൽ കൊണ്ടിടാൻ വേണ്ടി മാത്രം അതിനെ പരിശീലിച്ച് അതിനൊട്ടും ശീലമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കുന്ന രീതി. അപ്പോൾ ഒന്നാമത് ഗർഭിണി കൂടിയാണ്, അപ്പോൾ കൂടുതൽ വയലൻ്റ് ആകുന്ന സാഹചര്യം. ഒരു വൈൽഡ് ആനിമൽ എന്ന് തന്നെയാണല്ലോ അതിനെ പറയുന്നത്. അപ്പോൾ വൈൽഡ് ആയിരിക്കും. ആ കാടത്തരമാണ് സത്യത്തിൽ. കാടത്തരം ആയി നിൽക്കുന്ന ആ ഹിപ്പോപ്പൊട്ടാമസിന്റെ മുന്നിൽ നിൽക്കുന്നത് മനുഷ്യനാണോ മൃഗമാണോ ഒന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ ഉണ്ടായിരിക്കുക. എന്തായാലും വളരെ വേദനാജനകമായി. 26 വയസ്സ് മാത്രമാണ് ഡോക്ടറിന് പ്രായമുള്ളത്. വളരെ വേദനാജനകമായ വാർത്തയാണ് പുറത്തു വരുന്നത്.